നമസ്കാരം. ദർശന ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിരുന്നിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിൻ്റെ ടീം ഇപ്പോഴുള്ളത് UAE അജ്മാനിലാണ്. അജ്മാനിലെ വളരെ പ്രശസ്തമായി നിൽക്കുന്ന ഒരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് സെൻ്ററാണ് അൽമർജൻ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ. ഇന്നത്തെ വിരുന്നിൻ്റെ അതിഥി അൽമർജൻ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് സെൻ്ററിൻ്റെ പ്രധാനപ്പെട്ട ഡോക്ടറായ ഡോക്ടർ ചിത്ര സജീവാണ്. ഡോക്ടറെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാൻ വിരുന്നിലേക്ക്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, ആദ്യം തന്നെ അൽമർജൻ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ഇപ്പോൾ UAE പ്രത്യേകിച്ച് അജ്മാനിലെ വളരെ പ്രശസ്തമായി നിൽക്കുന്ന ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് സെൻ്ററാണ്. നമുക്കറിയാം, ആയുർവേദം എന്ന് പറയുന്നത് ഇപ്പോൾ പലപ്പോഴും പല മേഖലയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ വളരെ ശാസ്ത്രീയപരമായി ആയുർവേദം പഠിക്കുകയും തുടർന്ന് വളരെ വർഷത്തെ ഒരു പരിചയമാണ് താങ്കൾക്ക് UAE എങ്ങനെയായിരുന്നു ഈ ഒരു UAE വരവ്? അൽമർജൻ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് സെൻ്ററിൻ്റെ തുടക്കം ഒന്ന് പറയാമോ? ഞാൻ UAE എത്തിയിട്ട് ഇപ്പോൾ ഒരു 7 വർഷമാകുന്നു. ഇവിടെ വന്ന് MOH നമുക്കൊരു എക്സാം ഉണ്ട്, അതെഴുതി പാസ്സായി. ഇപ്പോൾ ഒരു 7 years ആയിട്ട് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുകയാണ്. ഇപ്പം അൽമർജാൻ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ ഇപ്പം ഒരു വർഷക്കാലമായി വർക്ക് ചെയ്യുന്നു. ഡോക്ടർ, ഇപ്പോൾ UAE സംബന്ധിച്ചിടത്തോളം ഒരു ആയുർവേദത്തിന് ഒരു വലിയ പ്രസക്തി ഇപ്പോൾ താങ്കൾ പറഞ്ഞ UAE മാത്രമല്ല ലോകത്തെമ്പാടുമുണ്ട്. എങ്കിൽ തന്നെ ഇപ്പോൾ താങ്കളുടെ അൽമർജാൻ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് സെൻ്ററിൽ മലയാളികൾ ഒരുപാട് പേര് വരുന്നുണ്ട്, പ്രവാസി മലയാളികൾ. അതോടൊപ്പം തന്നെ ഇവിടുത്തെ അറബ്സ് എത്രമാത്രം വരുന്നുണ്ട്? അവർ ആയുർവേദത്തോടുള്ള ഒരു സമീപനം എങ്ങനെയാണ്? അറബികൾ ധാരാളം ആയുർവേദത്തോട് ആകർഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. പ്രധാനമായിട്ടും ഇതൊരു ആയുർവേദത്തിൻ്റെ കൺസെപ്റ്റിൽ ഈ മരുഭൂമി അല്ലെങ്കിൽ UAE മരുഭൂമി പ്രധാനമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അത് വാദത്തിന് ആധിക്യമുള്ള ഒരു പ്രദേശമാണ് മരുഭൂമി, ആയുർവേദത്തിൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച്. അപ്പോൾ ഈ വാദ സംബന്ധമായ രോഗങ്ങൾക്ക് തക്കതായിട്ടുള്ള മരുന്നുകളും ഒക്കെ, ഈവൻ എരുക്ക്, ആവണക്ക്, ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ ഇവിടെ ലഭ്യമാണ്. അതിൻ്റെ അർത്ഥം ഇതൊരു വാദഭൂയിഷ്ടമായിട്ടുള്ള ഒരു ജാങ്കല ദേശമെന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ വളരെ എഫക്റ്റീവാണ്. പ്രത്യേകിച്ച് ഈ അറബി വംശജർക്ക് ഈ വാദസംബന്ധമായുള്ള രോഗങ്ങൾക്കും ഒക്കെ ആയുർവേദ ചികിത്സ വളരെ എഫക്റ്റീവായിട്ടാണ് കണ്ടുവരുന്നത്. അതുപോലെ അവർക്ക് ആയുർവേദം എന്ന് വെച്ചാൽ ഒരു താല്പര്യവുമാണ്. അതുകൊണ്ട് തന്നെ മലയാളികളെ പോലെ തന്നെ അറബികളും ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കാറുണ്ട്. തീർച്ചയായിട്ടും അവർ നമ്മുടെ ആയുർവേദത്തെ ഒരുപാട് സ്വീകരിക്കുന്നു അറിയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഡോക്ടർ, ഇപ്പോൾ താങ്കൾ ഒരുപാട് ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്, ആയുർവേദ വിഭാഗം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേരോട് താങ്കൾക്ക് നേരിട്ട് സംവദിക്കാനും സംസാരിക്കാനും ഇടയായിട്ടുണ്ട്. ഈ ഒരു പരിചയമാണോ ഒരുപക്ഷെ താങ്കൾക്ക് ഈ ഹോം വിസിറ്റ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ആയുർവേദത്തിൽ, പ്രത്യേകിച്ച് അൽമർജാൻ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ പ്രൊവൈഡ് ചെയ്യുന്നത്? അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളും അതിൻ്റെ സൗകര്യങ്ങളും എന്തൊക്കെയാണ്? ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, പ്രത്യേകിച്ച് സ്ട്രോക്കൊക്കെ വന്നിട്ടുള്ള പേഷ്യൻസിന്, അവർക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ നമ്മൾ വീട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കാറുണ്ട്. അത് അവർക്കും വളരെ ഒരു അനുഗ്രഹമാണ്. അവിടെ ചെന്നത് ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ വരാനുള്ള ബുദ്ധിമുട്ട് അവർക്ക് എത്രത്തോളമാണെന്ന് നിൽക്കും എല്ലാവർക്കും അറിയാമല്ലോ. ഡോക്ടർ, അങ്ങനെയാകുമ്പോൾ ഈ ഒരു നമ്മളൊരു വ്യക്തിയുടെ വീട്ടിലേക്ക്, അത് അറബികൾ മാത്രമാണോ അതോ മലയാളികളുടെ വീട്ടിലേക്ക് ചെല്ലാറുണ്ടോ? അതെ, എല്ലായിടത്തും ചെല്ലാറുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അവരെങ്ങനെയാണ് നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ ഡോക്ടറിൻ്റെ ഈ ടൈം, അതുപോലെ തന്നെ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടാണ് വരുന്നത്, അതിൻ്റെ സാധ്യതകൾ അതെങ്ങനെയൊന്ന് പറയാമോ? ഇവിടുത്തെ ടൈമിംഗ് നോർമലി മോർണിംഗ് 9 o'clock സ്റ്റാർട്ട് ചെയ്ത് നൈറ്റ് 10 o'clock വരെ കണ്ടിന്യൂസ് വർക്കിംഗ് ടൈമാണ്. രോഗികൾക്ക്, പേഷ്യൻസിന് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വരാം, ഡയറക്റ്റ്ലി വരാം. കോണ്ടാക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള നമ്പറുകൾ, കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അൽമർജാൻ ആയുർവേദിക് സെൻറ്ററിൻ്റെ കോണ്ടാക്റ്റ് നമ്പറും അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും ഈ സ്ക്രീനിൽ തന്നെ വരുന്നതാണ്. ഇവിടെ ചികിത്സ ആവശ്യമുള്ളവർ ആ നമ്പറിൽ ബന്ധപ്പെടുകയും ഇവിടെ വന്നിട്ട് ചികിത്സ സ്വീകരിക്കാവുന്നതുമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ പ്രവാസി മലയാളികളിൽ പ്രധാനമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഈ മാനസിക സമ്മർദ്ദം.
ഇത് പല രീതിയിൽ ഇപ്പോൾ കുടുംബ പ്രശ്നങ്ങളാവാം, ജോലിയുടെ പ്രശ്നങ്ങളാവാം, ടെൻഷൻ, ഇങ്ങനെ ഒരു ഫാസ്റ്റ് ലൈഫ് ആയതുകൊണ്ട് തന്നെ ഇത്തരം മാനസിക സമ്മർദ്ദത്തിന് ആയുർവേദത്തിൽ എന്തെങ്കിലും ചികിത്സാ വിധികളുണ്ടോ, പ്രത്യേകിച്ച് അൽമർജാനിൽ? UAE-യിലുള്ള പ്രവാസികൾ അനുഭവിക്കുന്ന വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മാനസിക സമ്മർദ്ദം. ജോലിയിലുള്ള ടെൻഷന്, അതുമൂലം വീട്ടിലുണ്ടാകുന്ന ടെൻഷൻസ്, ഇതൊക്കെയാണ് ഇതിന് കാരണമായിട്ടുള്ളത്. കാരണം ഒരു ഫാസ്റ്റ് മൂവിങ് ലൈഫാണല്ലോ UAE-യിലുള്ളത്. അതുമൂലം ടെൻഷൻസ് കൂടുതലാണ്. അതിന് ആയുർവേദത്തിന് നല്ലൊരു പ്രതിവിധി നൽകാൻ സഹായിക്കും. അതിൽ പ്രധാനപ്പെട്ടതാണ് ശിരോധാര പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ്. അതുപോലെ തന്നെ മെഡിസിൻ, ആയുർവേദ ഔഷധങ്ങളും വളരെ എഫക്റ്റീവാണ് ഇതുപോലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക്. ഡോക്ടർ, ഇനിയിപ്പോൾ ഈ ആയുർവേദവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് കളരി ചികിത്സ, കളരി മർമ്മ ചികിത്സ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ കളരി മർമ്മ ചികിത്സ UAE-യിൽ ഇപ്പോൾ ആയുർവേദം ഒരുപാടുണ്ടെങ്കിൽ തന്നെയും കളരി മർമ്മ ചികിത്സ ചെയ്യുന്ന സെൻറ്റേഴ്സ് വളരെ കുറവാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു സെൻ്ററാണ് അൽമർജൻ ആയുർവേദിക് സെൻറ്റർ. ഈ കളരി മർമ്മ ചികിത്സ ഏതൊക്കെ പ്രശ്നങ്ങൾക്കാണ് ഗുണമായിട്ടുള്ളത്? അതും ആയുർവേദ ചികിത്സയും തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ ഒന്ന് പറയാമോ? അൽമർജൻ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ആയുർവേദ ചികിത്സയോടൊപ്പം തന്നെ കളരി മർമ്മ ചികിത്സയും നൽകുന്നുണ്ട്. കളരി മർമ്മ ചികിത്സയുടെ ഉത്ഭവം ചെറുതായിട്ടൊന്ന് പറയാം. പണ്ട് കാലത്ത് യുദ്ധത്തോടനുബന്ധിച്ചിട്ട് പണ്ടുള്ള യുദ്ധ സമയത്തൊക്കെ ഉണ്ടാകുന്ന മുറിവുകൾ, അതുപോലെ തന്നെ ഉളുക്ക്, ചതവ്, ഇതിനൊക്കെ വളരെ നല്ലൊരു പ്രതിവിധിയായിരുന്നു കളരി മർമ്മ ചികിത്സ. അതാണ് അതിൻ്റെ ഉത്ഭവം. അതെ അതെ, അതിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഈ കളരി മർമ്മ ചികിത്സ എന്ന് ഉദ്ദേശിക്കുന്നത്. മർമ്മ പ്രശ്നങ്ങൾക്ക് നമ്മുടെ ശരീരത്തിൽ 108 മർമ്മങ്ങളുണ്ട്. അപ്പോൾ ആ മർമ്മങ്ങളെ സംബന്ധിക്കുന്നുള്ള ക്ഷതങ്ങൾക്കും അതുപോലെ തന്നെ മുറിവുകൾക്കും ഒക്കെ വളരെ ഒരു നല്ല പ്രതിവിധിയാണ് കളരി മർമ്മ ചികിത്സ കൊണ്ട് സാധിക്കുന്നത്. കളരി മർമ്മ ചികിത്സ നമുക്ക് വേറൊരു രീതിയിൽ സ്പോർട്സ് ഇഞ്ചുറീസ് ആ ഗണത്തിൽ നമുക്ക് പെടുത്താം. ഇപ്പോഴത്തെ കാലത്ത് സ്പോർട്സും കാര്യങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന ചതവ്, അല്ലെങ്കിൽ ഈ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ ലേബേഴ്സിന് ഉണ്ടാകുന്ന സ്പ്രെയിൻ പോലുള്ളതിനൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള പച്ചമരുന്ന് കൊണ്ടുള്ള ബാൻഡേജുകളും ഒക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതിന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, കളരി ചികിത്സയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വിദഗ്ധന്മാരും നമ്മുടെ ഇവിടെ ലഭ്യമാണ്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത് തീർച്ചയായിട്ടും വളരെ അത്ഭുതം തോന്നുന്നു. കാരണം കളരി മർമ്മ ചികിത്സ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമാണ്. ആ ഒരു സംഭവത്തെ, ആ ഒരു നിധിയെ, ആ ഒരു സമ്പ്രദായത്തെ UAE പോലുള്ള രാജ്യത്തിലേക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അത് വിജയമാകുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യം തന്നെയല്ല. അതിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഈ ഒരു ചികിത്സ ഇപ്പോൾ അതെങ്ങനെയാണ് അത് എനിക്ക് തോന്നുന്നു ഈ സ്പോർട്സ് ഇഞ്ചുറീസ്, പിന്നെ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ ഉണ്ടാകുന്ന സ്പ്രെയിൻസ്, അതൊക്കെ വളരെ എഫക്റ്റ്, അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മളിവിടെ തേടി വരുന്നത്. തീർച്ചയായിട്ടും പച്ചമരുന്നുകൾ, ബാൻഡേജുകൾ, അതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള കെട്ടുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ കളരി മർമ്മ ചികിത്സയിൽ നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ തന്നെ ഉഴിച്ചിലും അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് അതിൽ. ഡോക്ടർ, ഈ ആയുർവേദത്തെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലേക്ക് വരുന്നത്, ഒരു ആയുർവേദം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഒരു പ്രശ്നമായി, ഒരു രോഗവുമായി വരുന്നത് പല ചികിത്സകളും നടത്തി പരാജയപ്പെട്ടതിന് ശേഷം ഏറ്റവും ഒടുവിൽ അവസാനത്തെ വാക്കായിട്ടാണ് ആയുർവേദത്തിന് വരുന്നത്. ഇതൊരു പക്ഷേ അവർക്ക് നേരത്തെ വന്നിരുന്നെങ്കിൽ വേഗമായി അസുഖം മാറുകയും അവർക്കൊരു ക്വാളിറ്റി ജീവിതം ലഭിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം? അത് ആയുർവേദത്തിലുള്ള അവഗണനയോ അതോ അറിവില്ലായ്മയാണോ? ശരിക്കും പറഞ്ഞാൽ ആയുർവേദത്തെക്കുറിച്ച് ഒരു അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നമാണത്. ആയുർവേദം എന്താണ്, ആയുർവേദത്തിൻ്റെ പ്രസക്തി എന്താണ്, ഇന്നത്തെ ആധുനിക സമൂഹത്തിന് അതിനെക്കുറിച്ചുള്ള അറിവ് വളരെ കുറവാണ്. അതുമൂലമാണ് കൂടുതലും. പിന്നെ ഇന്നത്തെ ആ ഒരു ഫാസ്റ്റ് മൂവിങ് ലൈഫിൽ പെട്ടെന്ന് ആൾക്കാർക്കൊരു സൗഖ്യം ഉണ്ടാകണം. അതിന് ചെന്ന് കഴിയുമ്പോൾ അതിനെ തുടർന്നുണ്ടാകുന്ന പിന്നുള്ള കോംപ്ലിക്കേഷൻസ്, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ആയുർവേദത്തിലേക്ക് ഒരു അവസാന ശ്രമം എന്നുള്ള രീതിയിലാണ് പിന്നെ ആയുർവേദത്തിലേക്ക് ആൾക്കാർ വരുന്നത്. രോഗങ്ങളില്ലാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കാനായിട്ട് ആയുർവേദ ചികിത്സ പോലുള്ള ഒരു അമൂല്യ ചികിത്സാ രീതിക്ക് സാധിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് വിദേശീയരൊക്കെ ആയുർവേദത്തെ മനസ്സുകൊണ്ട് സ്വീകരിച്ച് നമ്മുടെ കേരളത്തിൽ ട്രീറ്റ്മെൻറ്റിന് വരുന്നതും. അതുപോലെ തന്നെ മലയാളികളും ആയുർവേദത്തെ സ്നേഹിക്കുകയും അതിൻ്റെ വിവിധ ട്രീറ്റ്മെൻറ്റ്സും വിവിധ ചികിത്സകളും സ്വീകരിച്ച് കൂടുതൽ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കണം.
ആയുർവേദത്തിലൂടെ. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ അൽമർജാൻ ആയുർവേദിക് സെൻ്ററിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ, ആയുർവേദം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, അത് അറിഞ്ഞിരിക്കേണ്ടതാണ്, അതിലേക്ക് നമ്മൾ അടുക്കേണ്ടതാണ്, ആ കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. പിന്നെ പ്രവാസി മലയാളികൾ ഉണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഇനിയിപ്പോൾ സംസാരിക്കാത്തതായിട്ട് എനിക്ക് തോന്നുന്നു താങ്കളുടെ കുടുംബത്തെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. കുടുംബം എവിടെയാണ്, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഒന്ന് വിശദമാക്കാമോ? നാട്ടിൽ ഞാൻ കോട്ടയം സ്വദേശിയാണ്. ഇതിൻ്റെ ഹസ്ബൻഡും എനിക്ക് ഒരു മകളുമാണുള്ളത്. ഹസ്ബൻഡ് സജീവ് KT. അദ്ദേഹം ദുബായിൽ അൽഫ്രാദ് കമ്പനിയിൽ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. നാട്ടിൽ ഫാദറും മദറും, എനിക്കൊരു സഹോദരനാണുള്ളത്. സഹോദരൻ ഇവിടെ അബുദാബിയിൽ അഡ്നോക്കിൽ വർക്ക് ചെയ്യുന്നു. മകളുടെ പേര് അതിഥി. ഡോക്ടർ, എന്തായാലും നമ്മൾ അൽമർജാൻ ആയുർവേദിക് സെൻ്ററിൻ്റെ വിശേഷങ്ങളും നമ്മളതുപോലെ തന്നെ മുമ്പ് പറഞ്ഞതാണ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. എന്തായാലും ഇത്രയും സമയം ഞങ്ങളുടെ പ്രേക്ഷകരോട് സംബന്ധിച്ചതിൽ വളരെയധികം നന്ദി. അതോടൊപ്പം തന്നെ ഒരു കാര്യം ഡോക്ടർ സൂചിപ്പിച്ച് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ആയുർവേദം എന്ന് പറയുന്നത് ഒരു അമൂല്യമായ നിധിയാണ്. അത് കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരെയും കടമയാണ്, പ്രത്യേകിച്ച് മലയാളികളുടെ. അതുകൊണ്ട് തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിൽ ആയുർവേദം തേടിയെത്തുന്നത്. അപ്പോഴും നമ്മളെപ്പോലുള്ള മലയാളികൾ ആയുർവേദത്തെ അറിയുന്നില്ല എന്നുള്ളൊരു സത്യം കൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഇത്രയും സമയം നമ്മളോട് സഹകരിച്ചതിൽ ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.